ബാബു, പൂരം നടത്താനാണ് പാറമേക്കാവിന്റെ തീരുമാനം. ആചാരപരമായ ചടങ്ങുകളും കുടമാറ്റമൊക്കെ നടത്തുമെന്ന് പറയുന്നുണ്ട്. വെടിക്കെട്ട് ഒഴിവാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഈ പറയുന്ന തീരുമാനം നാളെ മന്ത്രിമാരെയൊക്കെ അറിയിക്കുമെന്ന് പറഞ്ഞു. അതവർ തീരുമാനിക്കട്ടെ. ഇവിടെ CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണോ, അപകടം എങ്ങനെയുണ്ടായി, ഇനി അപകടം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം തുടങ്ങിയ ചോദ്യങ്ങളാണ് കമ്മീഷന് മുന്നിൽ അന്വേഷണ വിധേയമായി വരിക. അതേ ചോദ്യങ്ങൾ, ഏതാണ്ട് അതേ ചോദ്യങ്ങളൊക്കെ പുറ്റിങ്ങിലും അന്ന് ഗോപിനാഥൻ കമ്മീഷൻ പഠിച്ച് ഇപ്പോൾ ഒരുപക്ഷെ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ വെക്കാൻ പോകുന്ന റിപ്പോർട്ട് അവിടെ പീതാംബരക്കുറുപ്പ് MP ADM-നെ വിളിച്ചു എന്ന സ്പെസിഫിക് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാകും. നടപ്പാവൂ എന്നതാണ് ചോദ്യം. സി ബാബു, വളരെ ശരിയാണ് ഹാഷ്മി, ഈ ആശങ്കകളൊക്കെ വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ ഈ വെടിക്കെട്ട് അപകടത്തിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ കാരണങ്ങൾ പലതും നമുക്ക് കണ്ടെത്താം. ഈ എങ്ങനെ അവിടെ തീ വന്നു, ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വിൽസൺ എന്ന ഒരു ജീവനക്കാരൻ, അദ്ദേഹത്തിൻ്റെ മൊഴിയായിട്ട് നമ്മൾ പുറത്തു വന്നത് സോഷ്യൽ മീഡിയ വഴി വന്ന കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്, മാധ്യമങ്ങൾ വഴി വന്ന കാര്യങ്ങൾ. പൊട്ടുന്നതിനെ ഒരു തീഗോളം പോലെ ഒരു സാധനം വന്നു വീഴുന്നു, അദ്ദേഹം അവിടെ നിന്ന് ഒരു കണക്കിന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ തീഗോളം എങ്ങനെ വന്നു നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തുടക്കത്തിൽ ശ്രീമതി താര മേഡം പറഞ്ഞ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ഒന്നാമത്തെ കാര്യം നോക്കൂ, ഈ സന്തോഷിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഹാഷ്മി, ഇത് എത്ര വർഷമായി ഈ മുണ്ടത്തിക്കോട് പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് ഹാഷ്മിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞാൽ തിരക്കിടില്ല. എത്ര വർഷമായി ഈ ഒരു വെടിക്കെട്ട് ശാല എന്ന് പറയുന്ന സംവിധാനം താൽക്കാലിക ഷെഡുകളാണ്, ദീർഘവർഷങ്ങളായി 19 വർഷമായി എന്ന് പറഞ്ഞാൽ പൂരത്തിന്റെ സമയമാകുമ്പോഴേക്കും അവിടെ താൽക്കാലിക തിരുവമ്പാടിയുടെ പ്രധാനപ്പെട്ട പടക്ക നിർമ്മാണശാലയാണ്. ദീർഘവർഷങ്ങൾ അവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ലൈസൻസി സതീഷിന് തന്നെയാണ് താനും ആണ്. അപ്പോൾ ഈ സതീഷിൻ്റെ ഈ ലൈസൻസ് ഉള്ള ഈ വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കുന്ന സംവിധാനത്തിൽ സർക്കാരിന് അന്വേഷിക്കാൻ ഒന്നുമില്ല എന്ന് നമ്മൾ കണക്കാക്കാൻ പറ്റുമോ? അവിടെ ജോലിയെടുക്കുന്ന ജോലിക്കാരെ സംബന്ധിച്ച് ആർക്കും ഒരു വിവരമില്ല. എത്ര പേര് ജോലിയെടുക്കുന്നു, അവരാരൊക്കെയാണ്, അവരുടെ അഡ്രസ്സ് എന്താണ്, ആർക്കും ഒരു വിവരമില്ല. അവർക്ക് ഒരു ID കാർഡ് കൊടുത്തിട്ടുണ്ടോ, അവിടെ ജോലിയെടുക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി മെഷേഴ്സ് എന്താണ്, ഇതിനെ സംബന്ധിച്ചൊന്നും സർക്കാരിന് യാതൊരു വിവരമില്ല, ഒരു ഏജൻസിക്കും യാതൊരു വിവരമില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ പുറ്റിങ്ങൽ അപകടം ഉണ്ടായ സമയത്ത് ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് ഈ ഫയർ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്, ഫയർ എഞ്ചിൻ പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടത് നടപ്പാവാത്തത്? ആരാണ് അതിന് ഉത്തരവാദി? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷം വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നിരപരാധികളായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള കുറേ ആളുകളെ ബലി കൊടുത്തിട്ട് വീണ്ടും നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രാമത്തെ വെടിക്കെട്ട് അപകടമാണിത്? ഇപ്പോൾ വെടിക്കെട്ടിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ കരിമരുന്നിനെ കുറിച്ചൊക്കെ നാരായണ ഗുരുദേവൻ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപകട സാധ്യതയെ മുൻനിർത്തിയില്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് സാമ്പത്തികമായിട്ടുള്ള അതിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ധൂർത്ത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിരുന്നത്. അതിനുശേഷം മാറിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.